ആക്ച്വലി നമ്മൾ ഭയങ്കര ഒരു ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് വൈസിൽ. കാര്യം ഒരു മുറിയിനകത്ത് കൂടുതൽ പരിപാടികൾ നടക്കുന്നു. സോറി, ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഈ ഒരു ഡ്രാമ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്ക്സ് ടു അവർ DOP, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും അത്രയും നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ അത്രയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരിപാടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ തിയേറ്റർ വിസിറ്റൊക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകാനൊരു പേടി ഉണ്ടാവും. പക്ഷേ ഈ പടത്തിന് ആ ഒരു പേടിക്കേണ്ടി വന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. ഇനിയും ഒരുപാട് പേരിലേക്ക് പടം എത്താനുണ്ട്. എന്തായാലും എത്തിയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ, സുമതി വളവൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് ഓടി കിടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സ് പരിപാടികളും പിടിക്കണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവർ എന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിന് വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ ബുക്ക് മൈ ഷോയിലൊക്കെ കാണുമ്പോൾ അതിന് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദിവസം റെഡ് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്കാണ് റെസ്പോൺസും തരുന്നത്. നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലായില്ല ഈ സിനിമ കണ്ടവരുടെ റെസ്പോൺസ്. ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് ഇത് വേറെ ടൈപ്പ് ഒരു സിനിമയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നീടുള്ള റെസ്പോൺസ് നിങ്ങൾ നേരിട്ട് പറഞ്ഞവരുണ്ടാവും, നിങ്ങൾ മെസ്സേജ് ചെയ്തവരുണ്ടാവും, വിളിച്ചു. ആ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ വേണ്ടി വരണമോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ വന്നത്. കാര്യം വെളുപ്പിന് 6:30 വരെ ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ പുലർച്ചെ വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും പ്രസിനെ കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പടത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ്. പടം പ്രശ്നമുള്ളത് അങ്ങനെയാണ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്. കാര്യം തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണത്. നൈറ്റ് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷം 3 മണിക്കൂർ കഷ്ടി വരെ ഉറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം നേരെ വന്ന് നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലേക്കാണ്. ഇത്രയും ദിവസം കാര്യങ്ങൾ നമുക്കറിയാം. കാരണം ഒട്ടും പറ്റാത്ത രീതിയിലുള്ളൊരു ടൈറ്റ് ക്ലൈമാക്സിന് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനിടയിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ ജസ്റ്റ് ഒഴിവാക്കിയ സംഭവങ്ങളൊന്നും തീർച്ചയായും അതുകൊണ്ട് ദിവസം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്നാലും കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേകാചിത്രത്തിനാണെങ്കിലും ഞാൻ 2 വേണ്ടി തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളനാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളൻ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, ആദ്യം തന്നെ റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ ഹെൽത്തും കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്ത് വെച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാളും ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലവ് സ്റ്റോറി ബ്രേക്ക് ചെയ്തിട്ടൊരു കഥാപാത്രമാണല്ലോ ഇത്. ഒരു ആക്ഷൻ രംഗത്തിലേക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ അതിനധികം ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്.
അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വലിയ വലിയ സിനിമകൾ ഇനി വരാൻ പോകുന്നു. നാളെ ഇപ്പോൾ വലിയ 2 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം തിയേറ്ററുകളിൽ ഇനി സ്ക്രീനുകൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കണമെന്ന് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗഭിക്കയുടെ ബേസിലായിട്ട് എല്ലാവരും പടവും ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ വാലിച്ചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് അടുത്തുള്ള നമുക്കത് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ്, സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പടം കാണിച്ചു കഥ പറഞ്ഞപ്പോൾ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല. ചെയ്തു വന്നപ്പോൾ സൈക്കോ ആക്കിയത് ഡയറക്ടർ. അത് പറഞ്ഞപ്പോൾ സാധാരണ കളറായിരുന്നു. ഒരു രോമാഞ്ചം പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇനി ചെയ്യാണ്ട് ശ്രമിക്കാം. അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഡയറക്ടർ ആക്ടർ ആകാനാണ് ശ്രമിക്കുന്നത് ഒരു ലിമിറ്റ് വരെ. അപ്പം അതിൽ ഇപ്പോൾ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പം അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത്. മാക്സിമം ആക്കാണ്ട് നോക്കിയിട്ടുണ്ട്. എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളം ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു സേഫ് സൈഡിനാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റിയ ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥ കാണണം. അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവ്വമല്ല. ഇപ്പോഴത്തെ പ്രവണത പറഞ്ഞാൽ ഈ ഹൈപ്പ് കൂടിയ ഫിലിംസിന്റെ കൂടെ ചെറിയ പടങ്ങളുടെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് അത് സേഫ് ആണോ വിചാരിക്കുന്നത്? മനസ്സിലായില്ല. ഹൈപ്പ് കൂടിയ ഫിലിംസിന്റെ കൂടെ ചെറിയ ചെറിയ ഫിലിംസ് ഒക്കെ ഇറക്കുമ്പോൾ ആരും ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തുന്നില്ല. കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് ഹൈപ്പ് വാല്യൂടെ സ്റ്റാർ കാസ്റ്റ് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ വാഴ, ജാനിമൻ ഇറങ്ങിയ സമയത്ത് കൊറോണയും കൂടിയായിരുന്നു, രോമാഞ്ചം. ഇപ്പം നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുള്ളായിട്ട് പോകും. അപ്പം അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ല എന്ന് പറയാനുള്ള. പക്ഷേ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല. ഇതിനു മുൻപ് അത്തരത്തിലൊരു ഔട്ട്ഫിറ്റില് ആണ് ചാർലിയിൽ വന്നത്. വനിതയിലൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഔട്ട്ഫിറ്റില്. അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ച് വരുത്തിയിട്ട്. കാരണം ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡിൽ. അല്ല, പുള്ളി അതിന് പിന്നെ മാർക്കുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ കണ്ട് പിന്നെ നമ്മൾ കാണാതിരിക്കും. അപ്പം ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പം എന്താ പറയുക, ഏത് രീതിയിൽ ഇതാണ് ഞാൻ ചോദിച്ചത്, വേണോ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അത് എൻ്റെ കാഴ്ചപ്പാടിൽ ആ കളർ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓവറാക്കി, ചെറാക്കാനല്ല ഓവറാക്കാൻ എന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതേപോലെ നമ്മുടെ മലയാള സിനിമയില് അല്ലെങ്കിൽ സിനിമ പ്രേമികൾ ഒരു കളർ കഥാപാത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തുറക്കം തന്നെയാണ്. ഇതിലൊരു കളനായിട്ടാണ് അപ്പം ഏതെങ്കിലും റെഫറൻസ് വേറെ ഏതെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് എടുത്തോ അല്ലെങ്കിൽ
ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ബ്രോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച് ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടൈലന്റ് മാത്രം ഞാൻ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ ബെറ്റർ ആയിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. പടം ഇറങ്ങിയതിന് അന്ന് എടാ, ആൾക്കാരുണ്ട്, തൊണ്ട പറ്റി. അശോകേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് അച്ചു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ സിനിമകളെ പറ്റി, വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പടം കഴിഞ്ഞിട്ടാണോ സംസാരിക്കാറുണ്ട്? അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ സിനിമയെ പറ്റി. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞു കിട്ടുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് ഏറ്റ് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എൻ്റെ കൂടെ തന്നെ മറ്റേ ബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ലൊരു പറഞ്ഞപ്പോൾ. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവർ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കഥാപാത്രങ്ങളായിരിക്കും പോകണം. അച്ഛനെ ഹാപ്പി ആയി, അച്ഛൻ ഹാപ്പി, ഞാൻ ഹാപ്പി. വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കുന്നത്? കഴിയുമോ? പരസ്യമായിട്ട് പറഞ്ഞ എന്റെ സിനിമകൾ തകർക്കുന്നു, എന്റെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അതിനെ ചെയ്യുന്നു പറയുമ്പോൾ അതിനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു? ഹൈദരക്ക തോന്നുന്നു മീഡിയാസ് അല്ല, വ്യക്തിപരമായി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഒരാളെന്ന് പറഞ്ഞത് ശരിയാവില്ലല്ലോ. ചില ആളുകൾ വ്യക്തിപരമായി എന്റെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ അത്ര സിനിമയുള്ള, അച്ഛൻ്റെ അത്ര സിനിമയുള്ള മനുഷ്യരെ അതിനൊന്നും കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നെ സമയം. എനിക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറില്ല. ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനിയൊരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സമയത്തിൽ വളരെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ സമയത്ത് അതിൻ്റെ ഷൂട്ട് നടക്കും. എന്തോ വിനീതേട്ടനും ധ്യാനൊക്കെയുള്ള കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങിയ ഷൂട്ട് ഉണ്ടാവും. ഒരു 5-6 ദിവസം ഷൂട്ട് ഉണ്ട്. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. ഭയങ്കര രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണാണെന്ന് പറയുന്നത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വേറൊരു ടോട്ടലി വേറൊരു ജോണുള്ള ഒരു സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. എൻ്റെ ചീത്തയുടെ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇന്നും ഏതൊരു ഇന്റർവ്യൂവിലേക്ക് ഇത് പറയുന്നുണ്ടായിരുന്നു. എന്നെ ഇപ്പോഴും ചില സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അമ്പ്രോ എന്ന് പറഞ്ഞ് വിളിക്കണത് ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് വന്നിട്ട് ചിലപ്പോൾ അത്ര വിളിക്കില്ലായിരിക്കും. ആംബ്രോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്ത പേരാണ്. ഒരു ആഫ്രോ ലുക്കും പരിപാടിയല്ല. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിജേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. എനിക്കറിയില്ല. ലാലേട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
സാധനം ഇട്ടതാ എന്താ പറയാ. നിങ്ങൾ വേറെ പടങ്ങളിലൊക്കെ ഇവിടെ നൈസായിട്ട് വേറെ മഞ്ഞുമല പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞുമല പിള്ളേരെല്ലാവരും അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. അത്രയുള്ളൂ. മഞ്ഞുമലല്ല, ഞങ്ങളെ കൂടെയുള്ള പിള്ളേരുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കാൻ വിളിച്ചു. പക്ഷെ ഉറപ്പായിട്ടും കൂടെ ഉണ്ട്. ഇതിന്റെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വർഷം അതിനപ്പുറത്തെ വർഷമൊക്കെ എൻ്റെ പീക്ക് ടൈം ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈമിൽ ഇങ്ങനെ മാത്രം ഉപയോഗിക്കാൻ ഇപ്പം എനിക്ക് ആഗ്രഹമില്ല. നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അന്ന് വാങ്ങി കിട്ടിയതിൽ സന്തോഷം.